ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു നേന്ത്രപ്പഴം കൊണ്ടൊരു മോര് കറി ഉണ്ടാക്കിയാലോ. പക്ഷേ ഞാൻ മോരല്ല ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്, നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അപ്പോൾ ഞാൻ ഒരു മൺകലത്തിലോട്ട് നമ്മൾ നേന്ത്രപ്പഴം ഒരു 3 നേന്ത്രപ്പഴം അരിഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയാലോ. അപ്പോൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറയിലോട്ട് തേങ്ങ, നല്ല ജീരകം, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാതും കൂടെ, പിന്നെ നമ്മളെ കുഞ്ഞുള്ളി, ഇതെല്ലാതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മോരല്ല, മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരാണ്. ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കണം. എന്നിട്ടിത് ലാസ്റ്റ് നമുക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അരപ്പ് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പഴം വേവിക്കാൻ വെച്ചില്ലേ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് നന്നായിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരും കൂടി ലാസ്റ്റ് ഒന്നടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായി തളമൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ഒരു കൊമള പോലെ ഇങ്ങനെ വരുമ്പോൾ അപ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. സാധാരണ കറികൾ, മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നന്നായി തിളപ്പിക്കുന്ന പോലെ ഒന്നും തിളപ്പിക്കരുത്. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ കറി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോരല്ല, നമ്മളിത് കട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതും നല്ല കട്ട തൈര് അടിച്ചൊഴിക്കുമ്പോൾ നല്ല കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറി അവിടെ ഇരിക്കട്ടെ, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു താളിപ്പ് വേണമല്ലോ. അതിന് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അതിന് ശേഷം നമുക്കൊരു 5 ഉണക്കമുളക് അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മോര് കറിയൊക്കെ ഒഴിക്കും. ഈ പഴങ്കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.